ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ എപ്പോഴും വില കൂടിയ പാർലർ ട്രീറ്റ്മെൻറ്റുകളുടെയൊക്കെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. പണ്ടുകാലം മുതലേ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും മുടിയുടെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ചില പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചെയ്താൽ മാത്രം മതി നമുക്ക് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനും നല്ല പട്ടുപോലെ തിളങ്ങാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ സ്പായാണ്. ഇതിന് വെറും 2 ചേരുവകൾ മാത്രം മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മുടിയുണ്ടോ അതനുസരിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുടിയുടെ അറ്റം വരെ തേക്കുന്നത് നല്ലതാണ്, കാരണം ഇതൊരു നാച്ചുറൽ കണ്ടീഷണർ കൂടിയാണ്. പിന്നെ തേങ്ങാപ്പാലിൽ ലോറിക് ആസിഡും വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ വേരുകളിലൊക്കെ ചെന്നിട്ട് മുടി നല്ല കട്ടിയോടെ വളരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ചോയ്സാണ്. ഒന്നെങ്കിൽ ലെമൺ അല്ലെങ്കിൽ ഹണി. നിങ്ങളുടെ മുടി വരേണ്ടത് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് തേൻ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊരു മുടിക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകും. അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ എണ്ണമയം കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് നാരങ്ങാനീര് 2 തുള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേനാണ്. 1 സ്പൂൺ തേൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേനോ നാരങ്ങാനീരോ ഉപയോഗിച്ചെന്ന് വെച്ച് തലമുടി നരച്ചൊന്നും പോകത്തില്ല. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുമ്പോഴും പിന്നെ അത് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് ചീകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു കോട്ടൺ ബോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി സെക്ഷനായിട്ട് എടുത്ത് തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളിത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ തലയോട്ടിക്ക് ചെറുതായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് രക്തയോട്ടം കൂടാനും സഹായിക്കും. ഇത് പൊറ്റിയതിന് ശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കത് വെക്കാം. എന്നിട്ട് നമുക്കൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്കെല്ലാം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹണി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഹ്യൂമക്റ്റൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഈർപ്പത്തെ വലിച്ചെടുത്ത് നമ്മുടെ മുടിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മുടിയിൽ റഫ്നെസ് ഒക്കെ മാറ്റിയിട്ട് മുടി നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ പാക്ക് ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ മുടിയിലെ ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്